ഹലോ ഗൈസ്, നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ എഗ് ഫ്രൈ ആണ്. അതിലേക്ക് നമ്മൾ ആദ്യം നല്ല ചെറുതായിട്ട് അരിഞ്ഞ ഉരുളൻകിഴങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഇളക്കണം. ആ ഇളക്കി നല്ലോണം യോജിച്ചത് നമുക്കൊരു നല്ല ചൂടായ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇട്ട് വറുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചെറുതായിട്ട് അരിഞ്ഞ വേപ്പില ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടാം. ഈ വെളുത്തുള്ളി നമുക്ക് ഒരു സ്മെല്ലൊരു നല്ലൊരു മൂത്ത സ്മെല്ല് വരുമ്പോഴേക്കും, നല്ലൊരു മണം വരുമ്പോഴേക്കും നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വറുത്തെടുക്കാം. അതൊന്ന് ഫ്രൈ ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം സവാളയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് തളർന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ആവശ്യത്തിന് വളരെ കുറച്ച് മതി. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒരു അര സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി, ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു സ്പൂണിന് ഒരു അര സ്പൂൺ ചേർത്ത് അത് നല്ലോണം ഇളക്കാം. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ഒരു കാൽ തക്കാളി, അതായത് ഒരു തക്കാളിയുടെ ഒരു ഭാഗം അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്കിട്ട് നമുക്കിതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കണ ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്താൽ മാത്രം പോരാ, ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ ഒരുമിച്ച് കിടന്നു. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് നമുക്കിങ്ങനെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ, അതേപോലെ നല്ലോണം ചിക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ എഗ് പൊട്ടാറ്റോ ഫ്രൈ റെഡിയാവും. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ഇച്ചിരി മല്ലിയില ചേർക്കണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്താൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് നമുക്ക് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലേക്ക് ഇങ്ങനെ അകത്ത് വെച്ച് റോളാക്കി കൊടുക്കാനും ഇച്ചിരി കെച്ചപ്പൊക്കെ ഒഴിച്ച് കഴിക്കാനും